മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട ജഡ്ജിയെ വ്യക്തിപരമായി ആക്രമിച്ച് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ രംഗത്തെത്തി. ജഡ്ജിയുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി ടി സിദ്ദിഖ് വിമർശനം ഉന്നയിച്ചപ്പോൾ ജഡ്ജിയുടെ മാനസിക നില പരിശോധിക്കണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ പ്രതിരോധിക്കാൻ ജഡ്ജിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയെന്ന തന്ത്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ സ്വീകരിച്ചത്. മുമ്പ് പാമോലിൻ കേസിൽ പയറ്റിയ അതേ തന്ത്രം. അസാധാരണമായ ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ടി സിദ്ദിഖിന്റെ വാദം. ജഡ്ജിയുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും വിശദീകരിച്ച എ ഗ്രൂപ്പ് നേതാക്കൾ കള്ളക്കളി ജനം തിരിച്ചറിയുമെന്നും വ്യക്തമാക്കി. തൃശൂർ വിജിലൻസ് കോടതിയുടെ ജഡ്ജ് അദ്ദേഹം സൂര്യനെല്ലി കേസിലെ പ്രതിയായ ധർമ്മരാജന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മരാജന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം SFIയുടെ DYFIയുടെ നേതാവായിരുന്നു ശ്രീ ധർമ്മരാജൻ. അദ്ദേഹത്തിന്റെ പിതാവ് CPIM നേതാവായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ജഡ്ജിന്റെ രാഷ്ട്രീയം ഞാൻ പറയുകയല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജഡ്ജിയുടെ മാനസിക നില ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചനയിൽ ജഡ്ജിക്ക് കൂടി പങ്കാളിത്തമുള്ളതായും സംശയമുയർത്തി. ഇത് നീതി നടപ്പിലാക്കല്ല, മറിച്ച് വേട്ടയാടലാണ്. യാതൊരു പരിശോധനയുമില്ലാതെ ഇങ്ങോട്ട് ഹർജി തന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധി ഞാൻ നൽകാമെന്ന് പറഞ്ഞ് നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ജഡ്ജിയെ പോലെയാണ് തൃശൂർ വിജിലൻസ് ജഡ്ജി പെരുമാറിയിരിക്കുന്നത്. അതേ തൃശൂർ വിജിലൻസ് ജഡ്ജിയെ പോലെയുള്ള ആളുകളുടെ മാനസിക നില പരിശോധിക്കേണ്ടി വരും. വിധിയെ നിയമപരമായി പ്രതിരോധിക്കുന്നതിന് മുന്നേ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിച്ച് മുഖം രക്ഷിക്കാനായിരുന്നു എ ഗ്രൂപ്പ് ശ്രമമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.